ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബും പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം. മറ്റൊരു മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹിയും തമ്മിൽ. ആദ്യ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി തമ്മിലാണെങ്കിലും രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന്റെ 3 മത്സരങ്ങൾ കഴിഞ്ഞു വെറും 2 പോയിന്റ് മാത്രമാണ് നേടാനായത്. 9-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. പക്ഷേ നാളത്തെ കളിയുടെ പ്രത്യേകത, പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് സഞ്ജു സാംസൺ ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും തിരിച്ചെത്തുന്ന മത്സരമാണ്. എന്തുകൊണ്ടും അത് ഒരു പുതിയ എനർജി ആയിരിക്കും രാജസ്ഥാൻ റോയൽസിന് നൽകുന്നത്, അതിൽ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ ഇത്തവണത്തെ ക്യാപ്റ്റൻസിയിലെ ആദ്യ മത്സരമായിരിക്കും നാളെ. അത് വിജയത്തോടെ തന്നെ ടീം സഞ്ജു സാംസൺ സമ്മാനിക്കും എന്ന് തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ സഞ്ജു സാംസൺ ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ട് വെറും ബാറ്ററായിട്ടാണ് ക്രീസിലെത്തിയത്. എന്നാൽ ഇനി അങ്ങോട്ട് കളി മാറും, കഥ മാറും, കളിയുടെ ഗതി മാറും. പോയിന്റ് പട്ടികയിൽ മാറ്റങ്ങളോടെ രാജസ്ഥാൻ റോയൽസ് തീർച്ചയായിട്ടും മുൻ സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നതിലൊരു സംശയവുമില്ല. സഞ്ജുവിന്റെ വരവോടെ മാറ്റങ്ങൾ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. തീർച്ചയായിട്ടും നാളത്തെ 11-ൽ 2 അതല്ലെങ്കിൽ 3 വ്യക്തമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് റിസൾട്ടിലും ആ മാറ്റം ഉണ്ടാകും. ഇനി അങ്ങോട്ട് രാജസ്ഥാൻ റോയൽസിന്റെ പടയോട്ടമായിരിക്കും. രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ നയിക്കാനെത്തുമ്പോൾ എങ്ങനെ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളത് മാത്രമായിരിക്കും പഞ്ചാബിന്റെ ചിന്ത. പക്ഷേ പഞ്ചാബ് മികച്ച ഫോമിലാണ്, പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്, മറന്നുകൂടാ. അതുകൊണ്ട് തന്നെ നാളത്തെ ആ ഒരു മത്സരം വളരെ ശക്തമായതായിരിക്കും. പഞ്ചാബിന്റെ മണ്ണിലാണ് നാളത്തെ മത്സരം രാജസ്ഥാൻ റോയൽസിന് കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പുതിയ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വന്നു കഴിഞ്ഞാലും കടുത്ത മത്സരം തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാത്തിരിക്കാൻ നമുക്ക് ആവേശത്തിന്റെ ആ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിനായി. മറ്റൊരു മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹിയും തമ്മിലാണ്. ഡൽഹി പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്താണ്, ചെന്നൈ വളരെ പിറകിലാണ്. പക്ഷെ നാളെ നടക്കുന്നത് ചെന്നൈയിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനാണ് നമുക്ക് മുൻതൂക്കം നൽകാൻ സാധിക്കുക. സ്വന്തം നാട്ടിലാണ് മത്സരം എന്നതുകൊണ്ട് ചെന്നൈ വിജയിക്കും എന്നൊന്നും പറഞ്ഞുകൂടാ. കാരണം RCBക്ക് മുന്നിൽ ചെന്നൈയിൽ വെച്ച് പരാജയം രുചിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ എന്തുകൊണ്ടും ഉറപ്പായും ജയിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു മുൻതൂക്കം ചെന്നൈക്ക് നൽകാം. മാത്രമല്ല, കഴിഞ്ഞ മത്സരം രാജസ്ഥാൻ റോയൽസിനെതിരെ വിജയത്തോടടുപ്പിച്ച് ഒരുപക്ഷെ വിജയിച്ചു എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് ചെന്നൈ അന്ന് തോറ്റത്. ആ ഒരു ഘട്ടം കഴിഞ്ഞു പോയപ്പോൾ ചെന്നൈ ആരാധകർക്ക് വീണ്ടും നിരാശയും സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്നൈ നിരയിലും 1-2 മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി നാളത്തെ 11-ൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കാത്തിരിക്കാൻ നമുക്ക് ആവേശത്തിന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി തമ്മിലുള്ള മത്സരം. തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിന് വളരെ നിർണായകമാണ്. നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. കാരണം പോയിന്റ് പട്ടികയിൽ ഇരു ടീമുകളും വളരെ പിറകിലാണ്. ഡൽഹിക്കെതിരെ ചെന്നൈക്ക് വിജയം അനിവാര്യമാണ്, പഞ്ചാബിനെതിരെ രാജസ്ഥാൻ റോയൽസിനും വിജയം അനിവാര്യമാണ്. പുതിയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.